സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ആ സ്വച്ഛ ജഡമാംസി തൈലം മറിയ എടുത്തുകൊണ്ടുവന്നിട്ട് കർത്താവിന്റെ പാദങ്ങളിൽ പൂശിയപ്പോൾ ആ വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സുഗന്ധം വരുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നുണ്ട്. എവിടെയൊക്കെയാണോ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് അവിടെയെല്ലാം ഈ സുഗന്ധം പരക്കുമെന്ന് കർത്താവ് പറയുന്നു. നോക്കുക. അതുപോലെ ദാവീദ് എഴുതിയതായി സങ്കീർത്തനം നാം വായിക്കുമ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുമെന്ന് പറയുമ്പോൾ ആ പച്ചയായ പുൽപ്പുറങ്ങളിലായിരിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും എന്ന് അനുഭവിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഒരിക്കലും പച്ചപ്പുൽത്തകിടി കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് അത് എങ്ങനെയാണെന്ന് അറിയാൻ കഴിയും? പറയുക. പച്ചപ്പുൽത്തകിടിയിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ കൈയുയർത്താമോ? അമ്മോ, ആളുകളുണ്ടോ? പച്ചപ്പുല്ലിന്റെ മുകളിലാണോ ഉണങ്ങിയ പുല്ലിന്റെ മുകളിലാണോ? പച്ചപ്പുൽത്തകിടി. നാം ആന്ധ്രയിലുള്ളതായ ചില ഗ്രാമങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഉൾനാടിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയാൽ അവിടെ പച്ചപ്പുൽത്തകിടിയും അവിടെ വയലുകളുമൊക്കെ കാണാൻ കഴിയും. പച്ചപ്പ് നിറഞ്ഞ വൃക്ഷങ്ങൾ, അവിടെയുള്ളതായ വിവിധ തരത്തിലുള്ള പക്ഷികൾ, കാറ്റിനോടൊപ്പം കടന്നു വരുന്ന പൂക്കളുടെ സുഗന്ധം, അത് എത്ര ആഹ്ലാദകരമായിരിക്കുന്നു എന്ന് അനുഭവിക്കുന്നവർക്കേ അറിയാൻ കഴിയൂ. നമ്മിലുള്ള അനേകം ആളുകൾ ദൈവത്തെ രുചിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. അവന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് സാക്ഷ്യം പറയുന്നില്ല. അവനെക്കുറിച്ച് പാടുമ്പോൾ അവന്റെ മഹത്വത്തെ അറിയുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും പർവ്വതം കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ഒരു ചെറിയ കുന്ന് കാണിച്ചു കൊടുത്താൽ ഇതാകുന്നു പർവ്വതമെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ ഇല്ലയോ? അതാണ് പർവ്വതമെന്ന് വിശ്വസിക്കും. പർവ്വതം കണ്ടിട്ടുള്ള ആളുകൾ കൈ ഉയർത്താമോ? ഏത് പർവ്വതമാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ കണ്ട പർവ്വതത്തിന്റെ ഉയരം എത്രയാണ്? അതാകുന്നു വലിയ കുന്നെന്ന് വിചാരിച്ചാൽ അത് അജ്ഞാനമാണ്. കുന്നു വേറെയാണ്, പർവ്വതം വേറെയാണ്. പർവ്വതമെന്ന് പറയുമ്പോൾ ഒരുപാട് കുന്നുകൾ ചേർന്നുണ്ടാകുന്നതാണ്. അടുത്തടുത്തുള്ള എല്ലാ കുന്നുകളും ചേർന്നാണ് പർവ്വതങ്ങളാകുന്നത്. നിങ്ങൾ ഊട്ടിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ വലിയ ഒരു ഹയസ്റ്റായ ഒരു കുന്ന് കാണുവാൻ കഴിയും. നീലഗിരി മലകൾ കാണാം. നിങ്ങൾ ഹിമാലയത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന അനേകം കുന്നുകൾ, ലോകത്തിലെ ഏറ്റവും വലിയതായ പർവ്വതം കാണാം. ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്തോറും ഈ ഭൗതികമായ ആകർഷണങ്ങളിൽ നിന്ന്, ഈ ഭൂമിയിലെ ആകർഷണത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. അതുകൊണ്ടാണ് യേശുക്രിസ്തു രൂപാന്തരം പ്രാപിക്കേണ്ടതായ സമയത്ത് ഒരു വലിയ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ യെരുശലേമിൽ പോയപ്പോൾ ആ മറുരൂ മലയിൽ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ബസ്സിലായിരുന്നു പോയത്. ഒരു ദൂരം വരെയും ചെന്നപ്പോഴേക്കും വഴി ഇടുങ്ങിയതായതുകൊണ്ട് ബസ്സിന് പോകാൻ കഴിയുന്നില്ല. അവിടെ നിന്നും കാറിലാണ് ഞങ്ങൾ പോയത്. ഏകദേശം ഒരു 45 മിനിറ്റ്, 1 മണിക്കൂറോളം ഞങ്ങൾ യാത്ര ചെയ്തു പോയി. അവിടെയായിരുന്നു അവൻ രൂപാന്തരം പ്രാപിച്ച മല ഉണ്ടായിരുന്നത്. ആ സ്ഥലത്ത് ഒരു ആലയവും നിർമ്മിച്ചിട്ടുണ്ട്. എനിക്ക് അതിശയം തോന്നി. യേശുക്രിസ്തു എങ്ങനെയാണ് കാൽനടയായിട്ട് ഇത്രയും ഉയരമുള്ളതായ മലയിൽ ചെന്ന്, എന്തുകൊണ്ട് അവിടെ ചെന്ന് അവൻ പ്രാർത്ഥിച്ചു? അവിടെ നിന്ന് നോക്കിയാൽ യെരുശലേം മുഴുവൻ കാണുവാൻ കഴിയും. പലസ്തീൻ ദേശം മുഴുവനും കാണുവാൻ കഴിയും. അവിടെ നിന്നുകൊണ്ട് അവൻ ആ പ്രദേശം മുഴുവനും വീക്ഷിച്ചുകൊണ്ട്, പരിതപിച്ചുകൊണ്ട്, രക്ഷിക്കണമെന്നുള്ള ആശയോടെ ദൂരെയായിട്ട് അവിടെയുള്ള ദേവാലയം കാണുവാൻ കഴിയും. അവൻ മലമേൽ കയറി ഇരുന്നിട്ട് ആ യെരുശലേമിലേക്ക് നോക്കി. യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞ് കരഞ്ഞതായിട്ട് ബൈബിളിൽ പറയുന്നു. നമ്മളെപ്പോഴും ഈ ലോകത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനൊരു വിശാലത ഉണ്ടാകുന്നില്ല. നോക്കുക, നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിലും നമ്മളൊരു മുറിയിലടച്ച് വളർത്താനാണ് നോക്കുന്നത്. തൊട്ടിലിട്ടുകൊണ്ട് പണി ചെയ്യുന്നു.
നിങ്ങൾ പറയും, അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നല്ല ഐഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി അവർ സീനറീസ് കാണുന്നുണ്ട്, നദികൾ, വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട്. എന്താണ് അതിൽ കാണുന്നത്? ചിത്രങ്ങൾ മാത്രമാണ്. ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ ടി വിയിൽ കാണുന്ന സമയത്ത് യഥാർത്ഥ വെള്ളച്ചാട്ടത്തിന്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമോ? ഒരു പർവ്വതം എന്താണെന്ന് ഒരു മൂവിയിൽ കൂടി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമോ? ഇന്നുള്ളതായ മനുഷ്യരുടെ ഭക്തിയുടെ അനുഭവവും അവർ അത് രുചിച്ചറിയുന്നില്ല, മറിച്ച് കാണുക മാത്രമാണ് ചെയ്യുന്നത്. അവർ അത് കേൾക്കുന്നുണ്ട് എങ്കിലും അത് രുചിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ദാവീദിന് ആ ഭാഗ്യം ലഭിച്ചു. ദാവീദിന്റെ മനസ്സ് വിശാലമായതായിരുന്നു. എൻ്റെ യൗവനകാലത്ത് ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചത്. എപ്പോഴും ചർച്ചിൻ്റെ ആ അന്തരീക്ഷം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ ഓരോരോ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും പറയുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ ഓരോ സന്ദർഭങ്ങളിൽ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ഏകാന്തതയോടെ കർത്താവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ബീച്ചിലേക്ക് പോകുമായിരുന്നു. അത് വൈകുന്നേരത്തല്ല കേട്ടോ. വൈകുന്നേരം ബീച്ചിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകളും തിരക്കുമൊക്കെ ആയിരിക്കും, അവിടെ വലിയ ബഹളമായിരിക്കും. എന്നാൽ മധ്യാഹ്ന സമയത്തായിരുന്നു ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് ഏകാന്തതയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ആകാശവും ഭൂമിയും തമ്മിൽ ചേരുന്നത് കാണുന്നതായ സമയത്ത്, മനോഹരമായിട്ടുള്ള ദൃശ്യം കാണുന്ന സമയത്ത്, ആ വിശാലമായി കിടക്കുന്ന സമുദ്രവും ആകാശവും കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എൻ്റെ ദൈവം എത്ര വലിയവനാണ്, എത്ര അത്ഭുതകരമായ സൃഷ്ടിയാണിത്, എത്ര മനോഹരമായിട്ട് അത്ഭുതകരമായിട്ടാണ് ഈ ഭൂമിയെ നിർമ്മിച്ചത്. ഭൂമിയും ആകാശവും കൂട്ടിമുട്ടുകയാണെന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ബീച്ചിൽ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. നിങ്ങളോ? അങ്ങനെ നമുക്ക് തോന്നുന്നതാണ് ഭൂമിയും ആകാശവും കൂട്ടിമുട്ടുന്നതല്ല, എന്നാൽ ഭൂമിയുടെ ആകൃതി അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ തോന്നുന്നത്. എത്ര ഉന്നതനായ ശ്രേഷ്ഠനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഒരു അനുഭവം, ആ ഒരു വിശ്വാസം നമുക്കപ്പോൾ ഉണ്ടാകാനിടയാകും. ദാവീദ് ബാലനായിരുന്ന സമയത്ത് ബേത്ലഹേമിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദാവീദിന്റെ ഗ്രാമമാണ് ബേത്ലഹേം. ബേത്ലഹേം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം യെരുശലേം പട്ടണത്തിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ അകലെയാണ്. യെരുശലേം ദൈവം തിരഞ്ഞെടുത്തതായ പട്ടണമാണ്. മനോഹരമായ കുന്നുകളാൽ അലങ്കൃതമായ വളരെ മനോഹരമായൊരു പട്ടണമാണ്. ഇന്ന് നമുക്കവിടെ ചെല്ലുമ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അത് ദൈവത്തിൻ്റെ പട്ടണമായി സിയോൻ പുരമായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ആ മനോഹരമായ സ്ഥലത്തെ ദാവീദ് ആ ബേത്ലഹേമിന്റെ ഗ്രാമത്തിൽ കൂടി ആടുകളെ മേയിച്ചു നടന്നു പോകുമ്പോൾ തനിക്കെതിരായിട്ട് യെരുശലേം പർവ്വതം കാണുമായിരുന്നു. ആ സമയത്ത് ദാവീദ് അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു. അവനെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങളിൽ എത്ര പേരുണ്ട് ജോലി ചെയ്യുന്നവർ? എന്താണ്, പണി ചെയ്യില്ലേ? ഓഫീസിലെ ജോലി ചെയ്യുന്ന കാര്യമല്ല, പണി ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പണി ചെയ്യാത്തതായ വ്യക്തി ആഹാരം കഴിക്കണമെന്നാണ് ഉള്ളത്. പണി ചെയ്യാത്തതായ ഒരു വ്യക്തി ആഹാരം കഴിക്കാൻ പാടില്ല. പണി ചെയ്യുന്നത് അനേകം ആളുകളെ സംബന്ധിച്ച് ഇഷ്ടമാണോ കഷ്ടമാണോ പറയുക? ഇത് അനേക ആളുകളെ സംബന്ധിച്ച് അവർ മടിയന്മാരും അലസന്മാരുമായിട്ടിരുന്നിട്ട് ജോലി ചെയ്യുന്നതിൽ അലസത കാണിക്കുന്നു, പിന്മാറ്റം കാണിക്കുന്നു. എന്നാൽ ആഹാരത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണാം. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അവർ അധ്വാനം കാണിക്കുന്നത്. എന്താണ്? പണി ചെയ്യുവാൻ പറയുമ്പോൾ കരയുന്ന ആളുകളെ കാണുന്ന സമയം എനിക്ക് ദുഃഖമുണ്ടാകും. ഞാൻ കഷ്ടപ്പെട്ട് പണി ചെയ്യാൻ ശീലിച്ചവനാണ്. ദൈവത്തിനു വേണ്ടി പണി ചെയ്യുവാൻ, അത് ഏത് പണിയാണെങ്കിലും ശരി, അത് മാനുഷിക പ്രയത്നമാകട്ടെ, ശുശ്രൂഷ ചെയ്യുന്നതാകട്ടെ, പ്രസംഗിക്കുന്നതാകട്ടെ, പാട്ട് പാടുന്നതാകട്ടെ, അതെല്ലാം ഓരോ പണികളാണ്. വീട്ടിൽ നമ്മുടെ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നത് ഒരു പണിയാണ്, വസ്ത്രം കഴുകുന്നത് ഒരു പണിയാണ്, ആഹാരം തയ്യാറാക്കുന്നത് ഒരു പണിയാണ്. ജോലി ചെയ്യുന്ന കാര്യത്തിൽ അനേകരും ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. പണിയിൽ സന്തോഷിക്കുന്നതായ വ്യക്തി അനുഗ്രഹിക്കപ്പെടാനിടയാകും. എൻ്റെ ചേട്ടന്മാരെല്ലാം മിലിറ്ററിയിലാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെ അയച്ചിരിക്കുന്നു. എൻ്റെ പിതാവ് ഇങ്ങനെയാണ്.
എന്നെ മാത്രം ആടിനെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നു. എൻ്റെ വിധിയാണിത്, എൻ്റെ വിധിയാണ്. ഈ ആടുകളെ നോക്കി ഞാൻ മടുത്തു. എൻ്റെ കഷ്ടകാലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് എപ്പോഴെങ്കിലും പിറുപിറുത്തതായിട്ട് കാണുന്നുണ്ടോ? പണി ചെയ്യുന്ന കാര്യത്തിൽ പിറുപിറുത്തതായ അനുഭവം ദാവീദിൽ കാണാൻ കഴിയില്ല. ആടുകളെ മേയ്ക്കുകയാണ്, അതോടൊപ്പം പാട്ടുപാടുവാനും അവൻ പഠിക്കുകയാണ്. മനസ്സിലായോ? എന്തു മനസ്സിലായി? പണി ചെയ്യുന്നതായ സമയത്ത് പാട്ട് പാടിക്കൊണ്ട് പണി ചെയ്താൽ പണിയും നടക്കും, പാട്ടും നടക്കും. മനസ്സിന് സന്തോഷം തോന്നും. എന്താണ്? പണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാട്ടുകൾ പാടുക. ഇപ്പോഴാണെങ്കിൽ എന്തോ ചെവിയിൽ കൊണ്ടുവയ്ക്കും. ഇവർ പാടത്തില്ല, അതിൽ പാട്ട് കേട്ട് ആടുകയാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമില്ല. നീ പാടണം, നിന്റെ മനസ്സിൽ നിന്ന് വരണം. രാഗമില്ലെങ്കിലും കുഴപ്പമില്ല, താളമില്ലെങ്കിലും കുഴപ്പമില്ല, ശബ്ദം പതറിപ്പോയാലും കുഴപ്പമില്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, അപേക്ഷകൾ ആയിട്ട് സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കുവാൻ ശീലിക്കുക. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടും. ആ സ്വഭാവം ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനം 8:3 നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ. അവൻ എവിടേക്കാണ് നോക്കിയത്? ഭൂമിയിലേക്കാണോ ആകാശത്തേക്കാണോ? ആകാശത്തേക്കാണോ ഭൂമിയിലേക്കാണോ നോക്കിയത്? തൻ്റെ ആടുകളെയാണോ നോക്കിയത്? തൻ്റെ ജോലിയാണോ നോക്കിയത്? തൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വിഷമവുമൊക്കെയാണോ അവൻ നോക്കിയത്? അല്ല. അവൻ എങ്ങോട്ടാണ് നോക്കിയത്? അവൻ മുകളിലേക്ക്, ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവം സൃഷ്ടിച്ചതായ നക്ഷത്രങ്ങളെ. ആകാശം നോക്കിയിരുന്നാൽ നമുക്ക് എത്ര സമയം കൊണ്ട് നോക്കി തീർക്കാൻ കഴിയും? ഇതേതെങ്കിലും ഒരു പിക്ചറാണോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ? നമ്മൾ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി അങ്ങോട്ട് നോക്കുമ്പോൾ എത്ര വിശാലമാണത്! നീ സൃഷ്ടിച്ചതായ ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിയപ്പോൾ, അബ്ബാ, ഇന്നാളുകൾ മുകളിലേക്ക് നോക്കുന്നില്ല. രണ്ടുപേർ ചെളിക്കുണ്ടിൽ വീഴാനിടയായി, ചതുപ്പ് നിലത്തിൽ. അതിലൊരുത്തൻ, അയ്യോ ഇവിടെ മുഴുവൻ ചെളിയാണ്, ഇവിടെ മാലിന്യമാണ്, എന്തൊരു സ്മെല്ലാണിത്, അയ്യോ ഞാൻ താവോട്ട് പോകുന്നു. മറ്റൊരു വ്യക്തിയാണെങ്കിൽ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, ഹാ എത്ര മനോഹരമായ ആകാശം, ചന്ദ്രൻ എത്ര മനോഹരമായിരിക്കുന്നു, അവനും ചെളിയിലാണുള്ളത്. എന്നാൽ അവൻ മുകളിലേക്ക് നോക്കി സന്തോഷിച്ചു. എന്നാൽ ഇവനാണെങ്കിൽ ചെളിയിൽ നോക്കി ദുഃഖിച്ചവിടെ തന്നെ ഇരിക്കാനിടയായി. ഈ ലോകം മാലിന്യമാണ്, എവിടെ നോക്കിയാലും മണ്ണും ചെളിയുമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നോക്കുക, എപ്പോഴും പറയും, എവിടെ ചെന്നാലും പൊടിയാണ്, പൊടിയാണ്, മണ്ണാണ്, മണ്ണാണ്. അതെ, നീയും പൊടിയാണ്. എത്ര തുടച്ചാലും എത്ര വൃത്തിയാക്കിയാലും വീണ്ടും മണ്ണാണ്, പൊടിയാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം അതാണ്. AC റൂമിൽ നോക്കിയാലും പൊടിയുണ്ട്, 10 നില ബിൽഡിങ്ങിൽ നോക്കിയാലും പൊടിയുണ്ട്, വീടിനുള്ളിൽ അടച്ചിട്ടിരുന്നാലും അവിടെയും പൊടി കാണാം, എവിടെയും പൊടിയുണ്ട്. നമ്മൾ ഈ പൊടി നോക്കുകയാണെങ്കിൽ സന്തോഷമില്ല. അതുകൊണ്ടാണ് പലരും ഇന്ന് വീടുകളിൽ തന്നെ അടച്ച് മുറിപൊട്ടിയിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും സന്തോഷമില്ല. ചിലരുടെ ജീവിതത്തിൽ വെളിച്ചം കണ്ടിട്ടില്ല, വിശ്വാസം വർദ്ധിച്ചിട്ടില്ല, മനസ്സ് വിശാലമാക്കുന്നില്ല. ദാവീദ് പഠിക്കുവാനിടയായി. ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ അവൻ പഠിച്ചു. തന്റെ കഷ്ടതയോ ബുദ്ധിമുട്ടോ അവൻ നോക്കിയില്ല, തന്നെത്താൻ നോക്കിയില്ല, ദൈവത്തിന്റെ മഹത്വത്തെയാണ് നോക്കിയത്. അതെ, നീയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, നീ സൃഷ്ടിച്ച ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, മനുഷ്യനെ നീ ഓർക്കുവാൻ തക്കവണ്ണം എനിക്ക് വീണ്ടും അതിശയമുണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ആരാകുന്നു? എന്നെ നോക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തുള്ളൂ? ഞാൻ എത്ര വലിപ്പമുള്ളവനാണ്? നിങ്ങൾ കണ്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ കാണിക്കും. വളരെ ഉയരത്തിൽ നിന്ന്, ഒരുപാട് ദൂരത്തിൽ നിന്ന് എടുത്തതായ ചിത്രങ്ങൾ അത് അയച്ചു തരും. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഭൂമി ചെറിയൊരു ഗോളം പോലെ കാണും. ആ ഉപഗ്രഹം അടുത്തടുത്തടുത്തടുത്ത് ചിത്രമെടുക്കുന്ന സമയത്ത് ചെറിയ പന്ത് പോലുണ്ടായിരിക്കുന്നതായ ആ ഗ്ലോബില്, ആ ഭൂമി എന്ന ഗോളത്തിൽ ഇന്ത്യ എവിടെയുണ്ട്, ഇന്ത്യയിൽ നീ താമസിക്കുന്ന സംസ്ഥാനം എവിടെയുണ്ട്, അതിൽ നിന്റെ പ്രദേശം എവിടെയുണ്ട്, അതിൽ നീ ആരാധിക്കാൻ പോകുന്ന സഭ എവിടെ? ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ മേൽ അവൻ ദൃഷ്ടി പതിപ്പിച്ചു, എങ്കിലും അവൻ നിന്നെ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറഞ്ഞത്, ഇത്ര വലിയ ദൈവം എൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ, എന്നെ കാണുവാൻ ഇടയായി. എന്നെപ്പോലുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സങ്കീർത്തനം 139:14 വാക്യം.
ഭയങ്കരവും അതിശയവുമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. ദൈവം എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ദൈവം എനിക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ല, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതായ ആ രീതി നോക്കുമ്പോൾ, എനിക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ഈ ശരീരത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയുമ്പോൾ. 16-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണു എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയുടെ ഹൃദയം എപ്പോഴും സന്തോഷത്താൽ നിറഞ്ഞിരിക്കും. ഈ ലോകത്തിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക്, നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത്, അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ, ഫ്ലൈറ്റ് താഴ്ന്നു വരുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ, ആ പട്ടണത്തിലുണ്ടായിരിക്കുന്ന റോഡുകളും ബിൽഡിങ്ങുകളുമൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കാണപ്പെടുന്നു എന്നറിയാമോ? ചെറിയ ചെറിയ ബോക്സുകളെ പോലെ നമുക്ക് തോന്നും. റോഡിൽ കൂടി പോകുന്നതായ കാറുകളൊക്കെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികൾ കളിക്കുന്ന ചെറിയ കളിപ്പാട്ടത്തിൻ്റെ കാറില്ലേ, അങ്ങനെയാണ് നമുക്ക് കാറ് തോന്നുന്നത്. എന്താണ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. എന്നാൽ താഴെ ഇറങ്ങി വരികയാണെങ്കിൽ റോഡ് മുഴുവനും ട്രാഫിക് ജാം. അയ്യോ, ഇതിനിടയിൽ കൂടി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ എതിരെ ലോറി വരികയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് ഭയപ്പെടും. എന്താണ്, നീ ലോകത്തിൽ വലുതായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നീ പ്രാർത്ഥനയുടെ മലമേൽ കയറി നോക്കിയാൽ, നീ കർത്താവിനോടൊപ്പം ഉന്നതമായ സ്ഥലത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം എത്ര നിസ്സാരമാണെന്നും ചെറുതാണെന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നിനക്കും നിന്റെ ദൈവത്തിനും തമ്മിലൊരു ബന്ധമുണ്ടോ? അവൻ്റെ സന്നിധിയിൽ നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തോട് കൂട്ടായ്മ അനുഷ്ഠിക്കുന്ന ഒരു ശീലം നിനക്കുണ്ടോ? പ്രാർത്ഥനയോടെ അവൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം, അവൻ്റെ വചനം നാം ധ്യാനിക്കുന്ന സമയത്ത് അവൻ്റെ മൃദുവായ ശബ്ദം നമുക്ക് കേൾക്കാം. അവൻ നമ്മളോട് സംസാരിക്കും. അവൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ അവൻ നമുക്ക് കൃപ നൽകും. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ക്ഷേമം നൽകിയ കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ നൽകിയ കർത്താവ്, യുഗയുഗാന്തരം തലമുറ തലമുറയോളം അവനോടൊപ്പം നിനക്ക് വസിക്കാനുള്ളതായ ഭാഗ്യം നിനക്ക് നൽകുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. നീ ലോകത്തെയാണ് നോക്കുന്നത്, പാപത്തെ അനുഗമിക്കുന്നു, നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് സംതൃപ്തിയില്ലാതെ ആയിരിക്കുന്നു. എപ്പോഴും ഇല്ലായ്മയാണ്, എപ്പോഴും ദാരിദ്ര്യമാണ്, എപ്പോഴും കുറവുകളാണ്, എപ്പോഴും പ്രതികൂലങ്ങളാണ്, എപ്പോഴും ഞെരുക്കമാണ്, എപ്പോഴും സങ്കടമാണ്. ഏതു സമയത്തും ഇല്ലായ്മയുടെ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നീ ഏറ്റുപറയുക, അവനോട് നീ പങ്കുവയ്ക്കുക. എൻ്റെ ഇടയനായിരിക്കണമേ അപ്പാ, എന്നോട് കൂടെയിരിക്കണമേ കർത്താവേ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം വേണം കർത്താവേ. ദാവീദിനെപ്പോലെ നിന്നിൽ സന്തോഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്നിൽ പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നോടുള്ള സ്തുതിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഈ നശിച്ചു പോകുന്നതായ ലോകത്തിൽ, നശ്വരമായിരിക്കുന്നതായ ലോകത്തിൽ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കതിനുള്ള വിശ്വാസം നൽകണമേ. ഇന്ന് എവിടെ നോക്കിയാലും കഷ്ടതയാണ്, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും രോഗങ്ങളാണ്. ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ നീ ആശ്വാസം നൽകുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നോട് അടുത്തു വരുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നന്മകളാൽ നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ